ഹലോ, നമുക്കൊരു ചീര അവിയൽ ഉണ്ടാക്കിയാലോ? നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചീര കൊണ്ട് നല്ല അടിപൊളി ചീര അവിയൽ ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. പിന്നെന്താണ്, നമുക്ക് ഹെൽത്തിനൊക്കെ ഒരുപാട് ഗുണമുള്ളൊരു സാധനമാണ് അല്ലേ ചീര. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു ചീര അവിയൽ ഉണ്ടാക്കാം കേട്ടോ. എല്ലാവരും ഈ രീതിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്, എങ്കിലും ഞാൻ ഇവിടെ ഉണ്ടാക്കിയ ഒരു രീതി എല്ലാ ഫ്രണ്ട്സിനെയും ഒന്ന് കാണിക്കുകയാണ്. നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേക ഭംഗിയില്ലേ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചീരയാണ് കേട്ടോ. എല്ലാം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാൻ പറിച്ചതാണ്. ഞങ്ങൾ നട്ടുപിടിപ്പിച്ച ചീരയാണ്. നല്ല അടിപൊളി ഇലയാണ് കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ, നല്ല ഇലയായിരുന്നു. അപ്പോൾ കുറച്ച് ചീര എടുത്തു കേട്ടോ. ഞാനിതുപോലെ നല്ല കട്ടിയുള്ള തണ്ടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ചീര ഇതുപോലെ പറിച്ചെടുത്തു. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടായെന്ന് പറയാനായിട്ട് ചീര നമ്മുടെ വീട്ടിൽ നിന്ന് ഞാൻ പറിച്ച അതാണ്. പിന്നെ ചക്കക്കുരു ഞങ്ങളുടെ ഇവിടുന്ന് തന്നെ, നമ്മുടെ ഇവിടുന്ന് തന്നെ കിട്ടിയ, വീട്ടിൽ നിന്ന് കിട്ടിയ ചക്കക്കുരു, ആലപ്പുഴയിൽ പോയപ്പോൾ പറിച്ചാണ് കേട്ടോ ചക്ക. ആ ചക്കക്കുരു, പിന്നെ നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ മാങ്ങ. നമ്മൾ താമസിക്കുന്നതിൻ്റെ പുറകിൽ മാവുണ്ട്, അപ്പോൾ അവിടെ നല്ല പച്ച മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ മാങ്ങയും, അപ്പോൾ ഈ 3 ഐറ്റവും എന്തായാലും വീട്ടിൽ നിന്ന് തന്നെ ഉള്ളത്. അത് ഈ ചക്കക്കുരു ആലപ്പുഴ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയ ചക്കയിൽ നിന്നുള്ള കുരുവാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഏകദേശം നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ തന്നെ വെച്ചിട്ടുള്ള നല്ല ഫ്രഷായിട്ടുള്ള ഒരു അവിയലാണ് കേട്ടോ. ഒന്നും പേടിക്കാനില്ല. അപ്പോൾ നമുക്കിത് ചക്കക്കുരുവൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ മുറിച്ച് എടുക്കാം കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ കണ്ണൻകുട്ടനും പൊന്നുകുട്ടിക്കും ചീര അവിയലിനോടൊന്നും ഇഷ്ടക്കുറവൊന്നുമില്ല കേട്ടോ. അവർ രണ്ടുപേരും ചീര അവിയലും ഒക്കെ കഴിച്ചോളൂ. സാധാരണ കുട്ടികൾ കഴിക്കില്ല, മടിപ്പാണ്. പക്ഷെ ഇവിടെ രണ്ടുപേരും കഴിക്കും കേട്ടോ. അപ്പോൾ ചീരയൊക്കെ നന്നായിട്ട് അരിഞ്ഞു വെച്ചു. ഒരുപാട് ഇങ്ങനെ കുനുകുനാന്ന് അരിയണ്ട കേട്ടോ. നമ്മൾ അവിയലാണല്ലോ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ തണ്ടൊക്കെ ഇതുപോലെ മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മാങ്ങയും മുറിച്ച് വെച്ചു. മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. പിന്നെ ചക്കക്കുരു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാത്രം വയ്ക്കാം, ഒരു കടായി വെക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത്, പലരും പല രീതിയിലായിരിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യിച്ചിട്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നമ്മളിത് തണ്ടുണ്ടല്ലോ, നമ്മൾ ഈ ചീരയുടെ തണ്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചിലർ തണ്ടും ചക്കക്കുരുവൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കും. ഞാനും ആ രീതി തന്നെയാണ്. പക്ഷേ ഞാൻ ആദ്യം തന്നെ ഒന്ന് ഇച്ചിരി വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കും കേട്ടോ. അതിപ്പോൾ സാധാ അവിയൽ വെച്ചാലും ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ കഷ്ണങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ തണ്ടെല്ലാം ഇട്ടു. അതിന് ശേഷം ചക്കക്കുരു ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ല ചക്കക്കുരു ആയിരുന്നു കേട്ടോ. ഒന്നും കേടായിട്ടൊന്നുമില്ല, നല്ല ചക്കക്കുരു ആയിരുന്നു. അപ്പോൾ രണ്ടും കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാ കൂട്ടുകാരും ഒന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെയും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മാങ്ങ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ചക്കക്കുരുവും നമ്മുടെ ആ ചീരയുടെ തണ്ടും മാങ്ങയും ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ ക്വാണ്ടിറ്റി അനുസരിച്ച് ഉപ്പ്. ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഉപ്പേ എടുത്തിട്ടുള്ളൂ. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ മാങ്ങ ഇച്ചിരി താമസിച്ചിട്ടാലും കുഴപ്പമില്ല, നേരത്തെ ഇട്ടാലും കുഴപ്പമില്ല. കാരണം ഒന്ന് ചക്കക്കുരുവും ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു തണ്ടൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് മാങ്ങ ഇട്ടാലും മതി. കാരണം മാങ്ങയ്ക്ക് അധികം വേവില്ലല്ലോ. അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ഇത് മൂന്നും ഒന്ന് വെന്ത് കിട്ടണമല്ലോ. ചക്കക്കുരുവിനൊക്കെ ഇച്ചിരി വേവുണ്ടല്ലോ. തണ്ട് പെട്ടെന്ന് വെന്തോളും കേട്ടോ. ചക്കക്കുരുവിന് ഇച്ചിരി വേവുള്ളതുകൊണ്ട് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. ഇത് നമ്മുടെ ചീര ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചീര ഇങ്ങനെ
തോരൻ അരിയുന്ന രീതിയിലല്ല ഞാൻ അരിഞ്ഞിരിക്കുന്നത്, ഇച്ചിരി വലിപ്പത്തിലാണ് കേട്ടോ. അപ്പോൾ അവിടെ തണ്ടൊക്കെ ഒന്ന് വെന്ത് ചക്കക്കുരുവൊക്കെ ഒന്ന് വെന്ത് വന്നെന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് ചീര ഇട്ട് കൊടുക്കാം കേട്ടോ. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. നമുക്കിത് കാണുമ്പോൾ അയ്യോ ഇത്രയും ഉണ്ടെന്ന് വിചാരിക്കുവേ. പക്ഷേ ഇല്ലേ, ഈ ചീര ഈ ഇലവർഗ്ഗത്തിനൊക്കെ ഉള്ളൊരു കുഴപ്പമാണ്, നമ്മൾ ഇലത്തോരൻ വെക്കുമ്പോൾ ചൊങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നും, പക്ഷേ ഇച്ചിരിയും കൂടെ ക്വാണ്ടിറ്റിയിൽ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് വെന്ത് വരുമ്പോൾ ചൊങ്ങിപ്പോവും. അപ്പോൾ നമുക്കിതിന് വേണ്ടി അരപ്പ് ചേർക്കണം. അരപ്പിന് വേണ്ടി തേങ്ങ, പച്ചമുളക്, കുറച്ച് കൊച്ചുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, ജീരകം, നല്ല ജീരകം ഉണ്ടല്ലോ നമ്മൾ അവിയലിനൊക്കെ ഇടുന്ന നല്ല ജീരകം. അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങ, ഉള്ളിയും പച്ചമുളകും ഇച്ചിരി മഞ്ഞൾപ്പൊടി കേട്ടോ, കുറച്ച് മഞ്ഞൾപ്പൊടി മതി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും വളരെ കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഇത്രയും മതി. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ജീരകത്തിൻ്റെ രുചി ഇങ്ങനെ മുന്തി നിൽക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം, വെള്ളം ഒഴിക്കേണ്ട, ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് ചീരയിലോട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന വീഡിയോ എങ്ങോട്ടോ പോയി കേട്ടോ. അപ്പോൾ അത് മിക്സ് ചെയ്ത് നമ്മുടെ ചീര അവിയൽ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇലത്തോരനൊക്കെ ഒരുപാട് വെക്കും കേട്ടോ, ഈ നമ്മുടെ തഴുതാമ തോരൻ, പിന്നെന്താണ് സാമ്പാർ ചീര, കുപ്പച്ചീര, ഇങ്ങനെ ഒരുപാട് ഇലത്തോരൻ വെക്കുന്നൊരു മുരിങ്ങ ഇല തോരൻ, ഇതൊക്കെ വെക്കുന്നൊരു വീടാണ് കേട്ടോ ഞങ്ങൾക്ക് ഇലത്തോരൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, കുട്ടികൾക്കും ഇഷ്ടമാണ്. അപ്പം നല്ല അടിപൊളി ചീരത്തോരൻ ചീര അവിയൽ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇടയ്ക്കൊക്കെ തെറ്റൊക്കെ സംഭവിക്കും കേട്ടോ, എന്ത് തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം. അപ്പോൾ നല്ല അടിപൊളി ചീര അവിയലാണ്. എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ചീര സീസണൊക്കെ കഴിയാറായി, കാരണം മഴ സമയമായി. ഇത് എടുത്തു വെച്ചിട്ട് കുറച്ച് ലേറ്റായിരുന്നു ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട്, സത്യം പറഞ്ഞാൽ മറന്നുപോയി. അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. പുതിയ നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും ആ സൈഡിൽ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. നല്ല മാങ്ങയിട്ട അവിയലാണ് കേട്ടോ, നല്ല പുളിയൊക്കെയുള്ള നല്ല മാങ്ങയിട്ട അടിപൊളി അവിയലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്.